ദ കംപ്ലീറ്റ് ആക്ടർ, ദ റിയൽ OG, തലമുറകളുടെ മഹാനടൻ, നമ്മുടെയൊക്കെ മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ നമ്മുടെ വർഷാവസാനം നമുക്കൊരു സമ്മാനം തന്നിരിക്കുകയാണ് ഗൈസ്. ഇതേപോലെ ലാസ്റ്റ് ഇയറും വളരെ സുന്ദരമായിട്ടുള്ളൊരു സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു ബറോഷ്. അതേപോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഈ വർഷം നമുക്ക് വേണ്ടി ലാലേട്ടൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് വേറെ ഇതുമല്ല, വൃഷഭ. ഒരു പാൻ ഇന്ത്യ ലെവൽ പടമാണ് കേട്ടോ. അതോ ഈ പടം തെലുങ്കാണോ കന്നഡയാണോ എന്ന് എനിക്കറിയാം, മലയാളം അല്ലാന്ന് എന്തായാലും എനിക്ക് മനസ്സിലായി പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഒരു പാൻ ഇന്ത്യൻ ലെവൽ സിനിമയാണ്. സുന്ദരം, ബ്യൂട്ടിഫുൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവി മാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിക്കും. ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഗോഡ് ഓഫ് ആക്ടിങ്, അഭിനയത്തിൻ്റെ ദൈവം. അത് ഞാനല്ല പറഞ്ഞു, ഈ പടത്തിൻ്റെ ടൈറ്റിൽ കാർഡ് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആൻഡ് അത് സത്യം തന്നെയാണ്. കാരണം എത്ര തല്ലിപ്പൊളി, കൂതറ, ഒന്നിനും കൊള്ളാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ മനുഷ്യൻ്റെ പാർട്ട് ഫുൾഫിൽ ചെയ്തിരിക്കും. ആ മനുഷ്യൻ നന്നായി അഭിനയിക്കും. അതുതന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. അടിപൊളി പെർഫോമൻസ്. അത് ഈ സിനിമയിലായി പോയി എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു സങ്കടം. പിന്നെ സാംസിയസ് അണ്ണൻ, ഈ പടത്തിൻ്റെ മ്യൂസിക് വർക്ക് അണ്ണനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടൊന്നും കേൾക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രാക്ക് ഉണ്ട്, വൃഷഭ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഉള്ളൊരു ട്രാക്ക് ഉണ്ട്. മറ്റേ ടാൻ 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 എന്നുള്ളൊരു സാധനമുണ്ട്. അത് നൈസായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അസാധ്യം, അതിഗംഭീരം. അഥവാ ഇതിൽ മോഹൻലാലിന് മൾട്ടിപ്പിൾ ഇൻട്രോസ് ഉണ്ട് കേട്ടോ. അതിലൊരു സെക്കൻഡ് ഇൻട്രോയിൽ അണ്ണൻ നമ്മൾ ഈ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ കേൾക്കുന്ന പാട്ടില്ല, മറ്റേ ആ ഒരു സാധനമില്ലേ, അതുപോലത്തെ ഒരു സാധനം പണി വെച്ചിട്ടുണ്ട്. സൂപ്പർ. അടുത്ത ജേഴ്സി BGM, അത്ര എനിക്ക് പറയാനുള്ളൂ. അന്യായം. അതുപോലെ പിന്നെ വേറെ കുറേ ഇൻട്രോസിലൊക്കെ അണ്ണൻ പാട്ടിടാൻ വരെ മറന്നുപോയി എന്ന് എനിക്ക് തോന്നിപ്പോയി. വെറും ബീറ്റ് മാത്രമേ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഹൻലാലിൻ്റെ ആദ്യത്തെ ഇൻട്രോയിൽ അതിൽ പാട്ടൊന്നും ഞാൻ കേട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഇൻട്രോ, എൻ്റെ അമ്മോ, ലാസ്റ്റ് 10 വർഷത്തിൽ കണ്ട ദി ബെസ്റ്റ് ക്യാരക്ടർ ഇൻട്രോ. അന്യായം. നമ്മൾ ഈ എയർലി കയറ്റുക എന്ന് പറയില്ല, അത് അവന്മാർ ലിറ്ററലി എടുത്ത് ചെയ്തു. അത്ര എനിക്ക് പറയാം. അത് എനിക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങളത് കണ്ടനുഭവിക്കണം, എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസ്. പിന്നെ ഈ പടത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് വരാം. ഈ പടത്തിൻ്റെ മേക്കിംഗ് കണ്ണ് തള്ളിപ്പോയി. ഇതിലെ CGI, വിഷ്വൽ എഫക്ട്സ്, ഗ്രീൻ സ്ക്രീൻ, അതിൽ തന്നെ തുടങ്ങാം. നമ്മൾ ഈ പണ്ടത്തെ സിനിമകളും പണ്ടത്തെ സീരിയലുകളിൽ ഈ കൊച്ചു പ്രായത്തിൽ ഞാൻ ഈ പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ഉള്ള ഗ്രീൻ സ്ക്രീൻ എഫക്ട്സിൽ അതിനേക്ക് എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് സീരിയൽ കാണില്ല, അപ്പോൾ അതിലൊക്കെ ഉള്ള എഡിറ്റിങ്ങിൽ മറ്റേ സൂം ഇൻ സൂം ഔട്ട്, മറ്റേ അങ്ങനെ ലൈറ്റ് കിടന്ന് ഇങ്ങനെ അടിച്ചു വിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പക്ക ഒരു നൊസ്റ്റാൾജിക് വൈബായി മാൻ. നൊസ്റ്റാൾജി ഇങ്ങനെ ഉള്ളിൽ കയറി അങ്ങോട്ടേക്കൊക്കെ കയറുണ്ടായിരുന്നു. അത് ആ ഒരു നൊസ്റ്റാൾജി മൊമെൻറ്റ് തന്നതിന് ഈ പടത്തിൻ്റെ എഡിറ്റേഴ്സിനും വിഷ്വൽ എഫക്ട്സ് വർക്ക് ചെയ്തിരുന്നവരിക്കും വളരെ വലിയൊരു നന്ദി. പിന്നെ ഈ പടത്തിൻ്റെ കളർ ഗ്രേഡിങ്, ഓരോ സീനിലും ഓരോ കളർ ഗ്രേഡിങ് വർക്ക്. അരേ വാ, ഓരോ സീനും അതിൻ്റേതായിട്ടുള്ളൊരു ടോണായിരുന്നു. അടിപൊളി, സമ്മതിച്ചു, വെറൈറ്റി. ഐ ഹാവ് നെവർ സീൻ ദിസ് എവർ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ എടുത്തു പറയണം. അതിൽ കോസ്റ്റ്യൂം ഡിസൈനർ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം കൊടുത്ത അണ്ണന്മാർക്ക് ഒരു അവാർഡും കൊടുക്കണം. എൻ്റെ പൊന്നോ, ഇതിലൊരു സീനിൽ നെയ്യാറ്റിൻകര മറ്റേ ഗാനഭൂഷണ നെയ്യാറ്റിൻകര ഗോപനില്ലേ, ആളായിട്ടൊക്കെ വരുന്നുണ്ട് അണ്ണൻ. ഇതൊക്കെ വന്നപ്പോൾ രോമാഞ്ചം, രോമമൊക്കെ ഇങ്ങനെ എണീച്ച് തിരിച്ച് ഉള്ളിൽ കയറിപ്പോയി. അമ്മാതിരി ലെവൽ രോമാഞ്ചമായിരുന്നു. പിന്നെ ഇതിൽ മറ്റേ പുരാണകാലം കാണിക്കണ്ടല്ലോ, അപ്പോൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് കോസ്റ്റ്യൂം അസാധ്യം. നമ്മുടെ അമ്മമാരുടെയൊക്കെ പഴയ സാരികളൊക്കെ ഇല്ല, അതൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. അഗൈൻ അവിടെയും നൊസ്റ്റാൾജിയ ഫുൾ. ഈ പടം ഫുൾ നൊസ്റ്റാൾജി ചെയ്യുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം കണ്ടപ്പോൾ. പിന്നെ പടത്തിൻ്റെ ആർട്ട് ഡിസൈൻ, പ്രൊഡക്ഷൻ ഡിസൈൻ, ആ പരിപാടികളൊക്കെ നല്ല A ക്ലാസ്, ഫസ്റ്റ് A ഗ്രേഡ്, ഫുൾ A+ കാർബോർഡും വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടാൽ നമുക്കത് മനസ്സിലാവും. സൂപ്പർ വർക്ക്, നല്ല ക്വാളിറ്റി കാർബോർഡ് ആയിരുന്നു. അത് കണ്ടാൽ പറയാം ആരാണെങ്കിലും. പിന്നെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അണ്ണനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, അണ്ണൻ ഇതൊക്കെയാണ് അവർ പ്രൊഡക്ഷൻ ഡിസൈനും കളർ ഗ്രേഡിങ്ങും വിഷ്വൽ എഫക്ട്സ് ഒക്കെ. അപ്പോൾ അണ്ണൻ ഈ നോളജ് ലെവൽ വിഷ്വൽസ് എടുത്ത് വെച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സെയിം തിങ് വിത്ത് ഫൈറ്റ് കൊറിയോഗ്രഫി. അല്ല ഹോളിവുഡ് സിനിമയത്തെ ഫൈറ്റ് കൊറിയോഗ്രഫിനെ കൊണ്ടുവന്നാണെങ്കിൽ പോലും കാര്യമില്ല. ബിക്കോസ് അതിനൊക്കെ കടന്നാണ് ഈ പടത്തിൻ്റെ കളർ ഗ്രേഡിങ്ങും വിഷ്വൽ എഫക്ട്സും അതുപോലെ കോസ്റ്റ്യൂമും മാങ്ങാത്തുല അതൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ പടത്തിൽ കുറെ കിടലൻ കോമഡി ഉണ്ട് കേട്ടോ. ഈ പടത്തിൻ്റെ തുടക്കത്തിലേ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പുണ്ണി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ആ ക്യാരക്ടർ ഭയങ്കര ഉപ്പ് ഉപയോഗിക്കും. അപ്പം നമ്മുടെ ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തെന്ന് പറയുന്ന ഒരു ഡയലോഗാണ്, അപ്പുണ്ണി നീ ഉപ്പ് ഉപയോഗിച്ചാൽ നിന്റെ പേര് അപ്പുണ്ണി എന്ന് പറഞ്ഞാണ് ഉപ്പുണ്ണി എന്നാക്കും. രസികൻ തന്നെ കേട്ടോ നമ്മുടെ മോഹൻലാൽ ഈ പടത്തില്. പിന്നെ പടത്തിലൊരു ലവ് ട്രാക്ക് ഉണ്ട്, അമ്പാ അന്യായം, സൂപ്പർ. അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് തന്നെ മനസ്സിലായെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ പാസം, നല്ല ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ലെവൽ, സൂപ്പർ.
മറ്റേ കിഡ്നി ടച്ചിങ് പാസ് എന്ന് പറയില്ലേ, ആ ലെവൽ, ഒന്നും പറയാനില്ല, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കങ്കുവ വരെ ഇതിന് പകരം കാണാൻ തയ്യാറാണ്. യെസ്, ഞാൻ വളരെ സീരിയസ് ആയി പറയണം, ഈ പടത്തിന് പകരം ഞാൻ കങ്കുവ വരെ കാണാൻ തയ്യാറാണ്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കങ്കുവയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, 2 മണിക്കൂർ ഈ പടമുള്ളൂ. 2 മണിക്കൂർ ഒരു മഹാ അപരാധമാണ് ഈ സിനിമ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഈ പടം എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം പോയി, ഞാൻ ഒറ്റയ്ക്ക് വല്ലതും പോയതാണെങ്കിൽ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ എടുക്കാൻ വരെ ഞാനിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. പക്ഷേ സുഹൃത്തിൻ്റെ ഒപ്പം പോയതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ തിയേറ്ററിൽ ചിരിച്ച് ചത്ത് അർമാദിച്ച് എൻജോയ് ചെയ്തൊരു പടമാണ്. ബട്ട് നോട്ട് ഫോർ ദ ഗുഡ് റീസൺസ്. ഞാനൊരു കാര്യം പറയട്ടെ, ലാലേട്ടാ, നിങ്ങൾ ഗോഡ് ഓഫ് ആക്ടിങ് തന്നെയാണ്, നിങ്ങൾ വൺ ഓഫ് ദ ലെജൻഡ്സ് ഓഫ് മലയാള സിനിമ തന്നെയാണ്. അത് ഡിസഗ്രി ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, അതൊരു ഫാക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് അത്രയ്ക്ക് മികച്ചതല്ല എന്നുള്ളതും ഒരു ഫാക്റ്റ് തന്നെയാണ്. അതും ഡിസഗ്രി ചെയ്യുന്നതിൻ്റെ അടുത്ത് പറയുന്നതിൽ അഗൈൻ ഇറ്റ്സ് എ ഫാക്റ്റ്. നിങ്ങൾ തുടരും, ദൃശ്യം, ലൂസിഫർ പോലത്തെ സിനിമ എടുക്കുകയാണെങ്കിൽ പോലും അതിനുശേഷം പിന്നെ ഒരു 5-6 തല്ലിപ്പൊളി പടം എടുത്താൽ നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഓഡിയൻസിൻ്റെ ട്രസ്റ്റിനെയാണ്. ബിക്കോസ് എത്ര മോശം പടം നിങ്ങൾ എടുത്താൽ പോലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്, സിനിമ ലവേഴ്സ്, ഫാൻസ് ഉണ്ട്. അവർ നിങ്ങളുടെ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ വരും. ഇന്ന് ഞാൻ രാവിലത്തെ ഷോയിനെ പടത്തിന് പോയത്, ഈവൻ ദോ ഒരു ഹൈപ്പും ഇല്ലാത്ത പടമാണെങ്കിൽ പോലും ഏകദേശം ഒരു 30-40 പീപ്പിൾ ഇന്ന് തിയേറ്ററിലുണ്ടായിരുന്നു. അത് ലാലേട്ടൻ്റെ പടത്തിൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ. അതാണ് സത്യാവസ്ഥ. ലാലേട്ടൻ, ഐ മീൻ, യു ആർ എ ലെജൻഡ്. എനിക്ക് നിങ്ങളോട് ഒരു രീതിയിലുള്ള സജഷനോ ഒന്നും പറയാനുള്ളൊരു യോഗ്യത ഇല്ലെങ്കിൽ പോലും ഒരു സിനിമാ പ്രേമി, ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ഒരു നടൻ എന്ന് പറയുമ്പോൾ, ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളും അടിപൊളിയാണ്, അതിലെനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു നടൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അഭിനയം മാത്രമല്ല, സ്ക്രിപ്റ്റ് സെലക്ഷൻ, ചെയ്യുന്ന സിനിമകൾ പറ്റുന്നത്ര നല്ലതാക്കുക, ചെയ്യുന്ന കഥാപാത്രങ്ങൾ പറ്റുന്നത്ര നല്ല കഥാപാത്രങ്ങളായിരിക്കുക, ഓഡിയൻസിൻ്റെ ഉള്ളതോടൊപ്പമുള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം, അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നത്ര ശ്രമിക്കുക എന്നുള്ളതും ഐ തിങ്ക് ആർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്റ്റാർ. ആൻഡ് യു ആർ ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഓഫ് മോളിവുഡ്, ദാറ്റ് ഈസ് ഫൈനൽ. അപ്പോൾ ഐ തിങ്ക് ആ ഒരു കാര്യത്തിൽ ഇഫ് ലാലേട്ടൻ കുറച്ചും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ യു വുഡ് ബിക്കം ജെന്യുവൻലി അൺസ്റ്റോപ്പബിൾ. അഥവാ ഇപ്പം തന്നെ അൺസ്റ്റോപ്പബിൾ ആണ്. പക്ഷേ അതും കൂടി നോക്കിയാൽ ലാലേട്ടൻ, you will be one of the biggest stars in the whole of India. അങ്ങനെ വരെ ഞാൻ പറയാം, ഓൾറെഡി ആണ്, പക്ഷേ ഇനിയും വലുതാവും. അതാണ് ലാലേട്ടൻ്റെ പവർ, അതാണ് ലാലേട്ടൻ്റെ സ്റ്റാർഡം. അപ്പോൾ എന്തായാലും അതുപോലെ ഇപ്പം തന്നെ ഹേറ്റേഴ്സ് ഉറപ്പായിട്ടും വരുമെന്ന് എനിക്കറിയാം. അതായത് ഡിസംബർ മാസത്തിന് ലാലേട്ടൻ്റെ പടം ഇറക്കണ്ട, ഡിസംബർ മാസം ലാലേട്ടന് വളരെ ശോകം മാസമാണ്. ഞാൻ പറയുന്നത്, ലാലേട്ടൻ ഒരു കിടിലം പടം ഡിസംബറിൽ ഇറക്കി അത് 400 കോടി അടിക്കുന്നുള്ള കാര്യം 110% ഉറപ്പ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ഐ ഹോപ്പ് ഇതൊരു ശരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ഡയലോഗ് അടിച്ച് ഇതൊരു ശീലമാണെങ്കിൽ ഭയങ്കര കോമഡിയാവും. ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഇതൊരു ശീലമാവില്ല, ഇതൊരു കൺസിസ്റ്റൻറ്റ് പാറ്റേൺ ആവാതെ അടുത്ത വർഷം ഡിസംബറിൽ ഒരു കിടിലൻ പടം ഇറക്കുക, അല്ലെങ്കിൽ അടുത്ത വർഷം എപ്പോഴാണോ ഒരു കിടിലൻ ക്രിസ്മസ് റിലീസ് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാനും മറ്റുള്ള സിനിമാ പ്രേമികളും ഫാൻസും കാത്തിരിക്കും. ഈ പടം ഇത് വിട്ട് കളയാം, ഞാൻ ഈ പടത്തിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ദാറ്റ്സ് ഇറ്റ് ഫോർ മീ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.